എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഐ.വി. ശശിയുടെ സംവിധാനത്തിൽ ഏകദേശം 38 കൊല്ലങ്ങൾക്ക് മുമ്പായിരുന്നു മമ്മൂക്കയുടെ എക്കാലത്തെയും മികച്ച പോലീസ് വേഷങ്ങളിലൊന്നായ ആവനാഴിയിലെ ഇൻസ്പെക്ടർ ബലറാം പ്രേക്ഷക മനസ്സുകൾ കീഴടക്കിയത്. ഈ കഴിഞ്ഞുപോയ ജനുവരി 17-ാം തീയതിയായിരുന്നു ചിത്രം വീണ്ടും റിലീസ് ചെയ്യപ്പെട്ടത്. റിലീസ് ചെയ്യപ്പെട്ട ആദ്യ ദിവസം ആവനാഴി കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രമായിട്ട് 5 ലക്ഷം രൂപയാണ് നേടിയിരുന്നത്. ഇന്ന് ചിത്രത്തിന്റെ 3-ാം ദിവസമാണ്. തിയേറ്ററിൽ ആളില്ലാതെ ആവനാഴി എന്ന സിനിമ തിയേറ്ററുകളിൽ പ്രദർശനം അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നു. റിലീസുകളിൽ അടിപതറുന്ന മമ്മൂട്ടി ചിത്രങ്ങളുടെ ഗണത്തിലേക്ക് ആവനാഴിയും എത്തിപ്പെട്ടിരിക്കുന്നു. ഈ ഒരു ചിത്രത്തിന്റെ റിലീസുമായി ബന്ധപ്പെട്ട് ഒരു രീതിയിലുമുള്ള പ്രമോഷനും അണിയറ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെയാണ് ചിത്രം കാണാൻ വേണ്ടി തിയേറ്ററുകളിലേക്ക് ആളുകൾ എത്താത്തതെന്നും ഒരു വിഭാഗം സിനിമാ പ്രേമികൾ അഭിപ്രായപ്പെടുന്നുണ്ട്. ആവനാഴി എന്ന സിനിമ ആദ്യം റിലീസ് പ്രഖ്യാപിച്ചത് ഈ ജനുവരി 3-ാം തീയതിയായിരുന്നു. എന്നാൽ ചില കാരണങ്ങൾ കൊണ്ട് ചിത്രത്തിന്റെ റിലീസ് മാറ്റുകയായിരുന്നു. അതിനുശേഷമാണ് ഈ 17-ാം തീയതി ചിത്രം റിലീസ് ചെയ്യപ്പെട്ടത്. തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ച മമ്മൂക്കയുടെ ആവനാഴി എന്ന സിനിമയുടെ റീമാസ്റ്റർ പതിപ്പിന് പിക്ചർ ക്വാളിറ്റിയുടെയും സൗണ്ട് ക്വാളിറ്റിയുടെയും പോരായ്മകൾ ഉണ്ടെന്ന് ചിത്രത്തിന്റെ ആദ്യ റിലീസ് ചെയ്യപ്പെട്ട ദിവസം തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇതിനു മുമ്പ് മമ്മൂക്കയുടെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യപ്പെട്ട ചിത്രങ്ങളായിരുന്നു പാലേരി മാണിക്യത്തിന് ശേഷം വല്യേട്ടനാണ് റിലീസ് ചെയ്യപ്പെട്ടത്. ഇതിൽ ഭേദപ്പെട്ട കളക്ഷൻ നേടിയത് വല്യേട്ടനായിരുന്നു. എന്നാൽ ആവനാഴിയുടെ റിലീസ് ചെയ്യപ്പെട്ട പലയിടത്തും ആദ്യ ദിവസം തന്നെ ഷോകൾ മുടങ്ങിയിരുന്നു. ചിത്രത്തിന്റെ ഒറ്റ ടിക്കറ്റ് പോലും വിറ്റുപോകാത്തത് കൊണ്ടാണ് പലയിടത്തും ഷോകൾ ക്യാൻസൽ ആയത്. ചിത്രത്തിന്റെ ഈയൊരു അവസ്ഥയ്ക്ക് പ്രധാന കാരണം തുടരെ മമ്മൂക്കയുടെ പഴയ ചിത്രങ്ങൾ റീമാസ്റ്റർ പതിപ്പിലൂടെ റിലീസ് ചെയ്യുന്നു. അത് മമ്മൂക്ക ആരാധകർക്കും സിനിമാ പ്രേമികളെയും സംബന്ധിച്ച് യാതൊരുവിധ താല്പര്യവുമില്ലാതെ തന്നെയാണ് ഈ ചിത്രങ്ങൾ റിലീസ് ചെയ്യപ്പെടുന്നത്. മമ്മൂക്കയുടെ ഈയടുത്ത് റിലീസ് ചെയ്യപ്പെട്ട സിനിമകളൊക്കെ മികച്ചതാണെങ്കിൽ പോലും സിനിമാ പ്രേമികളൊക്കെ ഒരുപാട് തവണ ഈ ഒരു ചിത്രങ്ങൾ ടിവിയിലൂടെ കണ്ട് സംതൃപ്തി നേടിയതുകൊണ്ട് തന്നെ വീണ്ടും അവർ തിയേറ്ററിലേക്ക് എത്താൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ വീഡിയോ കാണുന്ന പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ മമ്മൂക്കയുടെ റിലീസ് ചെയ്യപ്പെടുന്ന സിനിമകളോട് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ എന്ന് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക.